ഇതേതെങ്കിലും സാധാരണ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ല, മറിച്ച് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജിലെ വിദ്യാർത്ഥികൾ പഠിപ്പിച്ച ഉസ്താദുമാർക്കെതിരെ കൈകാര്യം ചെയ്യാൻ വന്ന് തെരുവ് ഗുണ്ടകളെ പോലെ അല്ലെങ്കിൽ വളാഞ്ചേരി വഴി മധ്യേ വെച്ച് ഗുണ്ടകളെ പോലെ പെരുമാറുകയാണ്. അതില് വാഫികളുണ്ട്, വഫിയകളുണ്ട്. ശരിക്കും ഈ വിഷയത്തിൽ ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് പോലും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ വാഫികളാണ്, ഒരുപാട് കുടുംബക്കാരിൽ വഫിയകളുണ്ട്. അതുപോലെ എന്റെ പെങ്ങളെ മക്കളടക്കം വാഫി 2 ആളുകളോളം പഠിക്കുന്നുണ്ട്. എന്റെ പെങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വഫിയകൾക്ക്. അപ്പോ അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? കാരണം അറിവല്ല, അദബാണ് പ്രധാനം. 12,000 അക്ഷരങ്ങൾ പഠിച്ചിട്ടും അദബ് എന്ന 3 അക്ഷരം പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദബ് ഗേഡിന്റെ ഹോൾസെയിൽ ഡീലർമാരാണ് ഇവരിങ്ങനെ വാടക ഗുണ്ടകളെ പോലെ വഴിമധ്യേ ഭീഷണിപ്പെടുത്തി പെരുമാറിയിട്ടുള്ളത് ആരെയാണെന്നറിയോ? 10,600ഓളം മദ്രസകളും 1 ലക്ഷത്തോളം ഉസ്താദന്മാരും 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അടങ്ങിയ പ്രസ്ഥാനമായ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ അമരത്ത് നിൽക്കുന്ന MT ഉസ്താദാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ, എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ വളരെയധികം സങ്കടമുണ്ട്. ഒരിക്കലും സംസാരിക്കരുത് എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇത് കണ്ടു നിൽക്കാൻ ഇതാണോ ക്വാളിറ്റി വിദ്യാഭ്യാസം? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ തന്നെ കമന്റിലൂടെ പറയുക. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് നമ്മുടെ ഒരുപാട് വാഫി, നിഷ്കളങ്കരായിട്ടുള്ള വാഫി ഒഫിയകൾ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളോടൊക്കെ ഈ വിഷയത്തിൽ ഇങ്ങനെ പറയാൻ വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം പഠിപ്പിച്ച ഉസ്താദിനെക്കാളും വലുതല്ല ഏതൊരു ക്വാളിറ്റി വിദ്യാഭ്യാസം.